ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളീ കാണുന്നത് ജോൺ എഫ് കെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ക്യൂ ആണ്. എൻ്റെ ചെക്കിന് വേണ്ടിയുള്ള നിന്ന ക്യൂ ആണ്. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം ക്യൂ നിന്നിട്ട് ചെക്കിൻ എല്ലാം കഴിഞ്ഞു. ഞാനിപ്പോൾ ന്യൂയോർക്ക് JFK കെന്നഡി എയർപോർട്ടിൽ നിന്ന് നാട്ടിലോട്ട് പോവുകയാണ്. ആ യാത്രയുടെ വീഡിയോ ആണ്. ഒരു ഭയങ്കര വലിയ ക്യൂ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ചെക്കിൻ എല്ലാം കഴിഞ്ഞത്. ചെക്കിൻ നമ്മുടെ ബെൽറ്റും നമ്മുടെ കോട്ടും ഫോണും പേഴ്സും എല്ലാം വെക്കണം. വെച്ചിട്ട് അതെല്ലാം ചെക്കിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഷൂ ഇടണം. എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് അപ്രൂവ് കിട്ടുന്ന പോകാൻ വേണ്ടി. ഇതാണ് ജോൺ എഫ് കെന്നഡി എയർപോർട്ടിൻ്റെ ഉൾവശം. നിറയെ കടകളൊക്കെയാണ്. കുറേ ആൾക്കാരാണ്, പല സ്ഥലത്തോട്ട് പോകാനുള്ള ആൾക്കാരാണ് കാണുന്നത്. ഞാൻ കിട്ടി എൻ്റെ ഗേറ്റിലോട്ട് പോവാണ്. എൻ്റെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റിലോട്ട് കുറേ നടക്കാനുണ്ട്. വലിയ എയർപോർട്ടാണ്. ഇപ്പോൾ പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. പുതിയതായിട്ടല്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എക്സ്റ്റൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിന്. ഇതെല്ലാം ഇവിടുത്തെ കടകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗേറ്റ് വെയിറ്റ് ചെയ്ത് നമ്മളെ ബോർഡിങ്ങിന് വിളിച്ചു. നമ്മൾ എത്തിഹാദ് എയർവേയ്സ് ആണ് എടുത്തേക്കുന്നത് ഫ്ലൈറ്റ്. ന്യൂയോർക്കിൽ നിന്ന് നമ്മൾ അബുദാബി ടു കൊച്ചി റൂട്ടാണ് ഫ്ലൈറ്റ്. ബോയിങ് 787-9 ഡ്രീംലൈനർ ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഫ്ലൈറ്റ്. ന്യൂയോർക്കിൽ നിന്ന് അബുദാബി വരെയുള്ള ബോയിങ് 787-9 ഡ്രീംലൈനർ നല്ല ഫ്ലൈറ്റാണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് എടുക്കുകയാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ആ കാണുന്നതാണെന്ന് തോന്നുന്നു ന്യൂയോർക്ക് സിറ്റി. JFK ആ കാണുന്നതാണെന്ന് തോന്നുന്നു. എനിക്കും തോന്നുന്നു. അതാണ് വീഡിയോ എടുത്തു കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ കണ്ടത്. അതാണ് തോന്നുന്നത്. അങ്ങ് കാണുന്നതാണെന്ന് തോന്നുന്നു ന്യൂയോർക്ക് സിറ്റി. ഇതെല്ലാം നമ്മുടെ പുറകെ പറന്ന് പൊങ്ങാനുള്ള ഫ്ലൈറ്റാണ് കണ്ടതെല്ലാം. നിരയായിട്ട് കിടന്നതെല്ലാം. നമ്മുടെ ഫ്ലൈറ്റ് ത്രസ്റ്റൊക്കെ ഇൻക്രീസ് ചെയ്ത് പൊങ്ങാൻ വേണ്ടിയുള്ള രീതി നിൽക്കുകയാണ്. താഴെ നിങ്ങൾ കാണുന്നത് ന്യൂയോർക്കാണ്. അങ്ങ് കാണുന്നതാണെന്ന് സിറ്റി ആണെന്ന് തോന്നുന്നു. എനിക്ക് അറിയുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് അത് സിറ്റി ആണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി നമ്മൾ മേഘത്തിൻ്റെ മണ്ടയിൽ കൂടെ പറക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചയാണ്. ഞാനിങ്ങനെ പോകുമ്പോഴെല്ലാം ഫ്ലൈറ്റ് പോകുമ്പോഴെല്ലാം സൈഡ് സീറ്റ് നമുക്കില്ലായിരുന്നു. നമുക്ക് ബോർഡിങ്ങിൻ്റെ ചെക്കിൻ്റെ സമയത്ത് നമ്മൾ ചോദിച്ചോണ്ട് അവർ നമുക്ക് സൈഡ് സീറ്റ് തന്നതാണ്. എനിക്കിതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ സൈഡ് സീറ്റ് ചോദിച്ച് മേടിക്കുന്നത്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. മോസ്റ്റ് ഓഫ് ദി ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ട് ചോദിക്കുമ്പോൾ. അങ്ങനെ നമ്മൾ സിറ്റിയുടെ മണ്ടയിൽ കൂടെ പറക്കുകയാണ്. ഈ കാണുന്നതാണ് അബുദാബി. ഞാൻ ബാക്കിയുള്ളത് അത്ര വീഡിയോ എടുത്തുള്ളൂ. ഇത് അബുദാബിയാണ് താഴെ കാണുന്നത്. നമ്മൾ ലാൻഡ് ചെയ്യാനുള്ള ടൈമായി. ഇനിയും കുറച്ച് നേരത്തിനുള്ളിൽ നമ്മൾ അബുദാബി ലാൻഡ് ചെയ്യും. അബുദാബിയാണ് നിങ്ങൾ കാണുന്ന അടിയിൽ. അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോവാണ്. ലാൻഡ് ചെയ്യുന്നൊരു നല്ല ഷെയ്ക്കായിരിക്കും എയർക്രാഫ്റ്റ്. അപ്പോൾ ഞാനൊരു സൈഡിൽ ഇങ്ങനെ പിടിച്ച് ഫോണിങ്ങനെ പിടിച്ച് അപ്പോൾ നമ്മൾ ജനലോട്ട് അടുപ്പിക്കുവാണെങ്കിൽ കൂടുതൽ വൈബ്രേഷനായി വീഡിയോ ശരിക്കും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി മാറ്റിയാണ് പിടിച്ചേക്കുന്നത്. നമ്മൾ അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ഫ്ലാപ്സ് അല്ല ഫ്ലാപ്സ് താക്കും. എനിക്കൊന്ന് എയർ ബ്രേക്കിംഗ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ഇത്ര സ്പീഡ് വീഴുന്നുണ്ട്, അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അങ്ങനെ അത് ചെയ്യുന്നത്. പക്ഷേ വേറെ എയർക്രാഫ്റ്റ് ഇങ്ങനെ ഇത് ഡ്രീം ലൈനറിലാണ് എല്ലാം. എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ വേറെ എത്തില്ല. ഇതെല്ലാം അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെയാണെന്ന് തോന്നുന്നു എയർ ബ്രേക്കിംഗ്. ഇതാണെന്ന് തോന്നുന്നു എയർ ബ്രേക്കിംഗ്. അങ്ങനെ എയർക്രാഫ്റ്റിന് സ്പീഡ് കുറയുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു.
ഇതാണ് അബുദാബി എയർപോർട്ട്. വലിയ എയർപോർട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് ബസ് സർവീസ് ഉണ്ട്. നമ്മളെ ഷട്ടിൽ ബസ് സർവീസ്. നമ്മളെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർ ഇച്ചിരി ഏറെ ഉണ്ട് നടക്കാൻ നമുക്ക് എയർപോർട്ടിനകത്തോട്ട്. അപ്പം ഷട്ടിൽ ബസ് വന്ന് നമ്മൾ എടുത്തുകൊണ്ട് അത് 3, 4, 5, 6 ഷട്ടിൽ ബസ് വേണം ഇത്ര ആൾക്കാർ എടുക്കാൻ. ഓരോന്നിങ്ങനെ ഫ്രണ്ടിലുള്ളവർ പോയി നമ്മുടെ സീറ്റ് എത്തുന്ന അത്ര ആൾക്കാർ അടുത്ത ബസ് കയറി. അങ്ങനെ പോയി നമ്മൾ ഷട്ടിൽ ബസ് കയറി. ഇച്ചിരി ദൂരം ഉണ്ട് പോകാൻ, അതുകൊണ്ടാണ് ഷട്ടിൽ ബസ് വരുന്നത്. പിന്നെ പുറത്ത് നല്ല ടെമ്പറേച്ചറുമാണ്. അബുദാബി നല്ല ടെമ്പറേച്ചറാണ്. അങ്ങനെ എയർപോർട്ടിൽ ഞങ്ങൾ കയറി മണ്ടയ്ക്കോട്ട് പോവുകയാണ്. ഇവിടെ ഉണ്ട് നമുക്കൊരു ചെക്ക് ഇൻ എല്ലാം ഉണ്ട്. ചെക്കിങ് നമ്മുടെ ബാഗും കാര്യങ്ങളും എല്ലാം അതെല്ലാം കഴിഞ്ഞ് കയറി ഇനിയും അടുത്ത ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ഫ്ലൈറ്റ് നമ്പറൊക്കെ നോക്കി ഗേറ്റ് തപ്പി പോവുകയാണ്. ഞാൻ ഫ്ലൈറ്റിൽ കയറി അബുദാബിയിൽ നിന്ന് നാട്ടിലോട്ട് പോകുന്ന ഫ്ലൈറ്റിൽ കയറി. ഇത് എയർബസ് A321 ആണെന്ന് തോന്നുന്നു. ചെറിയ ഫ്ലൈറ്റാണ്. ഇതിനകത്ത് സ്ക്രീനും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ചെറിയ ഫ്ലൈറ്റാണ്. കൂടുതലും മലയാളീസ് ആയിരുന്നു അതിനകത്ത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് എടുക്കുകയാണ് അബുദാബിയിൽ നിന്ന് നാട്ടിലോട്ടുള്ള ചെറിയ ഫ്ലൈറ്റാണ്. A321 ആണെന്ന് തോന്നുന്നു. എയർബസ് A321 ആയിരുന്നു തോന്നുന്നു. ഇതാണ് നിങ്ങൾ കാണുന്നതാണ് അബുദാബി എയർപോർട്ട്. അങ്ങനെ നമ്മൾക്ക് എടുക്കാനുള്ള സിഗ്നൽ കിട്ടി. എടുക്കുകയാണ് എയർപോർട്ടിൽ നിന്ന്. അങ്ങനെ നമ്മൾ അബുദാബിയിൽ നിന്ന് കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റിലെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഞാൻ ടേക്ക് ഓഫ് ചെയ്യുന്ന എടുത്തില്ല, പിന്നെ ഒന്നും എടുത്തില്ല. അങ്ങ് ഉറങ്ങിപ്പോയി. നല്ല ക്ഷീണമായിരുന്നു. അതുകൊണ്ട് ഫ്ലൈറ്റിൽ കയറി ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. ഇത് പിന്നീട് ഞാൻ എടുത്തത് നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് എടുത്തത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചിയാണ്. കൊച്ചി എയർപോർട്ടിലൂടെ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നതാണ്. കൊച്ചിയാണ് കാണുന്നത്. രാത്രിയിലാണ് നമ്മൾ കൊച്ചിയിലെത്തിയത്. 8 മണി 7:45 കൊച്ചിയിലെത്തി. നമ്മൾ അബുദാബിയിൽ നിന്ന് 4 മണിക്കൂർ എടുത്തു ഫ്ലൈറ്റ് കൊച്ചിയിലെത്താൻ. അങ്ങനെ നമ്മൾ കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ നല്ല ഷെയ്ക്കാണ് എയർക്രാഫ്റ്റ്. അങ്ങനെ നമ്മൾ കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഈ കാണുന്നതാണ് നമ്മുടെ കൊച്ചി എയർപോർട്ട്, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. റൺവേ എല്ലാം നനഞ്ഞെടുക്കുകയാണ്. ചെറിയ മഴയുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ വീഡിയോ ഞാൻ ഇടും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. ഇതാണ് നമ്മുടെ കൊച്ചി എയർപോർട്ട്. നമ്മൾ നാട്ടിലോട്ട് വന്നിരിക്കുകയാണ്.